കോർഡിനേറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് KSRTC ബജറ്റ് ടൂറിസം സെല്ലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടാകാം, കുറേ നാൾ നമ്മുടെ കൂടെ ട്രിപ്പിന് വന്നിട്ടുള്ളവരുണ്ടാകാം. എല്ലാവർക്കും നല്ല ഒരു ട്രിപ്പായിരിക്കട്ടെ ഇന്നത്തെ ഗവി കാനന യാത്രയെന്ന് ഞാൻ തുറന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ പൊറോട്ടയും മുട്ടക്കറി കേട്ടോ കഴിക്കാൻ ഓർഡർ ചെയ്തു. അമ്മോ നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഗവിയിലോട്ടുള്ള യാത്ര തുടരുക. നമ്മൾ വന്ന ബസ് ഇതാണ് കേട്ടോ. നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് വേറെ ബസ്സിലോട്ട് കയറുവാണ്. ഉണ്ടാവൂലേ? എടാ നിങ്ങൾ രണ്ടുപേരും കേറുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കേറണ്ട. അദ്ദേഹം കണ്ട് കേറി വരുന്ന സ്ഥലത്ത് ഫുള്ള് കൊട്ടവഞ്ചി. ഗൈസ് നമ്മൾ കൊട്ടവഞ്ചി കയറാൻ പോവാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അമ്മ കയറിയിട്ടുണ്ടോ കൊട്ടവഞ്ചിയിൽ? ഞാളോ? ഞങ്ങൾ ആദ്യം കയറിയിട്ടില്ല. ഭയങ്കര സൈലൻസ് അല്ലേ ഇവിടെ. ദൂരെ നോക്കിയപ്പോൾ ഒത്തിരി താഴെ നിന്നില്ല. പക്ഷേ വെള്ളം കുടിക്കാൻ വരുമായിരിക്കും അല്ലേ? കൂടുതൽ നാശമാക്കുന്നത് ചക്ക സീസണായതുകൊണ്ട് ഒരു 2-3 മാസത്തേക്കാണ്. മനസ്സിലായിട്ടില്ലേ ഏത് പുഴയാ?
ഇത് കല്ലാർന്നു. വട്ടം കിടങ്ങണം അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം. അല്ല അവർക്ക് അല്ല ഇത് താല്പര്യം. എനിക്ക് തലറക്കുന്നു. നിങ്ങളുടെ കൊട്ടവഞ്ചി കയറി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ പ്രവീൺ? എനിക്കിഷ്ടമായി, സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഈ കൊട്ടവഞ്ചിയിൽ വന്നത് അടവി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കൊട്ടവഞ്ചിയിലാണ് ഗൈസ്. കടന്നലുണ്ട്, കുളവിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പൊ രണ്ട് സൈഡിൽ ഇരിക്കുന്നവരാദ്യം ശ്രദ്ധിക്കണം. നമ്മൾ 5 ഡാമാണ് കയറുന്നത്. 5ഉം പമ്പാ നദിയുടെ ഉത്ഭവ നദികളാണ്. ഫസ്റ്റ് മൂഴിയാറ് കേൾക്കാത്തില്ലേ, രണ്ടാമത്തെ കക്കി, 3 ആനത്തോട്, 4 കൊച്ചുപമ്പ, ലാസ്റ്റ് ഗവി ഡാം. 5 ഡാമുണ്ട്. നമ്മളെല്ലാ ഡാമിലും നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് ഡാമിലെല്ലാം പ്രത്യേക സേഫ്റ്റി ഉണ്ട്. ഇന്ന് യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഡാമുകൾക്കെല്ലാം പ്രത്യേക സേഫ്റ്റി കാര്യം വേണമെന്നാണ് പത്രത്തിൽ കണ്ടത്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, മുന്നോട്ട് ചെല്ലുമ്പോഴേ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ശബരിമല ചുറ്റിയാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നത്. പൊന്നമ്പലമേട് കാണാം, പുല്ലമ്മേട് കാണാം, ശബരിമലയുടെ ഒരു പോർഷൻ കാണാം. ഒരു വശം ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ശബരിമലയ്ക്ക് അവിടെ. നമ്മൾ ഉച്ച കഴിഞ്ഞാൽ കാണത്തുള്ളൂ. കക്കി ഡാമിൽ ചെന്നാൽ പൊന്നമ്പലമേട് കാണാം. നമ്മുടെ ഇറക്കുന്ന പോയിന്റുകളുണ്ട്, 2 പോയിന്റുകളുണ്ട്. അത് കൂടാതെ നിങ്ങളെ കൂടുതൽ സമയം ഇറക്കാം. ഇറങ്ങുന്ന സമയം നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാതെ നമുക്ക് കൂടുതൽ സമയം എടുത്ത് പോകാൻ പറ്റും മുന്നോട്ട്. മൈക്കില്ലാതെ നന്നായി നമുക്ക് മുന്നോട്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല വനത്തിൽ. ഈ ഡാമിൽ നിന്നാണ് മൂഴിയാർ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നത്. തോടുകളോ ആറുകളോ ഒന്നുമില്ല. അപ്പം 23 കിലോമീറ്റർ ആണ് റോഡ് മാർഗം പെൻസ്റ്റോക്ക് പൈപ്പ്. 8 കിലോമീറ്റർ പൈപ്പും 5.5 കിലോമീറ്റർ ടണലുമാണ്. അപ്പോൾ ഇതിന്റെ അകത്തെ പണിക്ക് തൊഴിലാളികൾ കൊണ്ടുവന്ന ഓക്സിജന്റെ പ്ലാന്റുകളാണ് നമ്മൾ ആദ്യം കാണുന്നത്. 67 കാലഘട്ടത്തിലാണ്. അത് തിരിച്ചു കൊണ്ടുപോകാത്തതിന്റെ കാരണം അന്നത്തെ കാലത്ത് തിരിച്ചു കൊണ്ടുപോകുന്ന ഭയങ്കര ചെലവ് കൂടിയ പണിയാണ്. കൊണ്ടുവന്നലും ചെലവാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഈ ബൈബിളൊക്കെ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈബിളെ നോഹയുടെ പെട്ടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോഹയുടെ പെട്ടകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുണ്ടാക്കാൻ ഉപയോഗിച്ച ഗോഫർ മരം നമുക്ക് ഗവി കാണാം. ഏഷ്യ 2 ഉള്ളൂ. ഒന്ന് ആസാമിലും ഒന്ന് ഈ ഗവി ഉൾവനത്തിലുമാണ്. അതെ, കായ്ക്കും പൂക്കത്തില്ല. പ്രത്യേകത ഒത്തിരിയുണ്ട്. വെള്ളത്തിൽ ഏത് ദിശയിലിട്ടാലും ആ ദിശയിൽ തന്നെ കിടക്കും. നോഹയുടെ പെട്ടകം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരം. നിറമ്പാലി എന്നും മരത്തിനൊരു പേരുണ്ട്. ഗോഫർ മരം എന്നും പറയും. കൊച്ചുമ്പ ഡാമിന്റെ റിസർവോയറിലാണ് നിൽക്കുന്നത്. ആ മരത്തിന് കേടുവരാതിരിക്കാനാണ് ആ റിസർവോയറിലെ വെള്ളം അതിനനുസരിച്ച് ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നത്. നമുക്ക് കൊച്ചുമ്പ ഡാമിൽ കാണാം, അവിടെ ചെല്ലുമ്പോൾ കാണാം. പിന്നെ കരടി, കാട്ടുപോത്ത്, ആന, എല്ലാ മൃഗങ്ങളും ഉള്ള വനമാണ്. നമ്മുടെ ഭാഗ്യമാണ് കാണുന്നത്. നമ്മളെ പരമാവധി ഞങ്ങൾ നോക്കും. നമ്മള് പരമാവധി വാച്ചി നമ്മള് നിങ്ങളെ കാണിക്കണമെന്നേ നമുക്കുള്ളൂ. വെള്ളം കൊണ്ടുവന്നത് പെൻസ്റ്റോക്കും ടണലുകളും വഴിയാണ്. അതിന്റെ അകത്തെ പണിക്ക് കൊണ്ടുവന്ന ഓക്സിജന്റെ തൊഴിലാളികൾക്ക് ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കാസ്റ്റേൺ ആണ് മെറ്റല്. 67 കാലഘട്ടത്തിലാണ്. കണ്ടോ? ഈ പെൻസ്റ്റോക്ക് പൈപ്പ് റോഡ് മാർഗമല്ല എത്തിച്ചേക്കുന്നത്. റെയിൽവേ പാളങ്ങളും ബോഗികളും വഴിയാണ് ഈ സാധനം 1500 അടി ഉയരത്തിൽ എത്തിച്ചേക്കുന്നത്. അതിന്റെ ബോഗികൾ നമുക്ക് ഈ വളവ് തിരിയുമ്പോൾ കാണാം. താഴെ റെയിൽവേയുടെ പാളങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മുകളിൽ ചെന്നിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഉപയോഗിച്ച ബോഗികൾ താഴെ കാണാം. അത്ര ഉയരത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ചു. 2ാം മരത്തിന്റെ ഇവിടെ നമ്മുടെ റോഡ് റോണർ കിടക്കുന്നതാണ് പഴയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് 2ാം മരത്തിന്റെ അതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ആ പൈപ്പിൽ കൂടാണ് വെള്ളം കക്കി ഡാമിൽ നിന്ന് ഈ ഡാമിൽ എത്തിക്കുന്നത്. പവർ സ്റ്റേഷൻ. ആ വെള്ളം നേരെ പെൻസ്റ്റോക്ക് എത്തുന്നത് പവർ സ്റ്റേഷനിലേക്കാണ്. ആ പവർ സ്റ്റേഷനിൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് കിടക്കുന്ന വെള്ളമാണ് ഈ ഡാമിലെ റിസർവോയർ കിടക്കുന്നത്.
എന്നിട്ട് ഈ കറണ്ട് ഉൽപ്പാദിപ്പിച്ചുള്ള ഇവിടുന്ന് സീതത്തോട് കക്കാട് എന്ന് പറഞ്ഞ ജലവിദ്യുത് പദ്ധതിയാണ് വന്ന വഴിക്കില്ലായിരുന്നു. ഇവിടുന്ന് 8 കിലോമീറ്റർ ടണൽ വഴി ഈ വെള്ളം അവിടെയും കൊണ്ടുപോയി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. സീതത്തോട് കക്കാട് ജലവിദ്യുത് പദ്ധതി. ബാക്കിയുള്ള നമ്മുടെ മണിയാർ വഴിയാണോ? മണിയാർ ഡാമുണ്ട്. മണിയാർ ഡാം കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് കിടക്കുന്ന വെള്ളമാണ് ഈ റിസർവോയർ കിടക്കുന്നത്. ഇവിടുന്ന് ടണൽ വഴി നിങ്ങൾ വന്ന ആശയത്തോടെ കണ്ടില്ല, കപ്പാട് ജലവിദ്യുത് പദ്ധതി അവിടേക്ക് ഇവിടുന്ന് ടണൽ വഴി അവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് മൂഴിയാർ പവർ ഹൗസ് അല്ല, ഇനി കാണുന്ന 4 ഡാമിന്റെ പവർ ഹൗസ് ഇവിടാണ്. നിങ്ങൾ ആ ഇടതുവശത്തോട്ട് വണ്ടി തിരിയുമ്പോൾ മുകളിൽ നോക്കിയാൽ പെരിസ്റ്റോക്ക് പൈപ്പ് മൂഴിയാർ പവർ ഹൗസിലേക്ക് വരുന്നത് കാണാം. ഇടതുവശത്ത് മുകളിലേക്ക് നോക്കിയാൽ കണ്ടോ പൈപ്പുകൾ കണ്ടോ? അതിന്റെ ഏറ്റവും ടോപ്പിക്കില്ല, അതിന്റെ മുകളിൽ ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അപ്പോൾ ആ നേരത്തെ പാളം മുകളിൽ സൈഡിൽ നമുക്കത് മുകളിൽ മൂഴിയാർ എന്ന് പറഞ്ഞൊരു മാസ് വന്നര ഇവിടെ വരെ വന്ന് സർവീസ് നടത്തുന്നുണ്ട്. അത് തിരിച്ച് വൈകുന്നേരമാണ് പോകുന്നത്. ഇവിടെയുള്ള KSEB ജീവനക്കാരെ മറ്റ് എല്ലാവരെയും നിങ്ങൾക്ക് കൊണ്ടുപോവുകയും പത്രം മറ്റേ പാലയം അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉള്ളവർക്ക് താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യമാണ്. മാത്രമല്ല പത്തനംതിട്ട ഡിപ്പോയുടെ ഉള്ളിലേക്ക് പോകുന്ന ബസ്സുകളും ഇതുവഴി സർവീസ് ചെറിയ ബസ്സുകളാണ് ഇവിടെ മുതൽ അങ്ങോട്ട് സർവീസ് വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും 2 ബസ്സുകൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ 1250 അടി ഹൈറ്റിൽ എത്തിച്ചേരും. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിൽ നമ്മൾ എത്തും. കുറച്ച് കഴിയുമ്പോഴും 3250 അടി ഹൈറ്റിലെത്തും. ആ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയുന്നത് 1500 അടി ഹൈറ്റിലാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം, ഇത് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ പൈപ്പ് ഇവിടെ കൊണ്ടുവന്നതും അത് കറക്റ്റായിട്ട് അത് വെച്ച് എങ്ങനെയാണ് വെള്ളത്തിന് അവരൊന്ന് ആലോചിച്ചെടുത്ത് എത്ര വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ബ്രിട്ടീഷുകാരും നമ്മൾ തമ്മിൽ എത്ര വർഷത്തിന് ഡിഫറൻസ് ഉണ്ടെന്ന് ആലോചിക്കും. കാറ്റാടിക്കുന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 3250 അടി ഉയരത്തിൽ. പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും ടോപ്പ്. വേറെ ഉണ്ട് 2-3 ഉണ്ട് കേട്ടോ. 2-3 ഉണ്ട്.
ഇത് കക്കി ഡാമിന്റെ റിസർവയർ അല്ലേ ഇത്? തെരുവിലാണ് ആനത്തോട് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റ റിസർവയറും ഒരേ ലെവലുമാണ് രണ്ട് ഡാമും. ഇതിലെ വെള്ളം അവിടെ തുറന്നാൽ പോകും. ഇതുകൊണ്ടാണ് ഷട്ടറില്ലാത്തത്. ഒറ്റ ജലനിരപ്പാണ്. അതുപോലെ നമ്മളൊരു ടണല് കണ്ടില്ലായിരുന്നു. ടണല് പെൻസ്റ്റോക്ക് പൈപ്പ് ആ വലത്ത് സൈഡിൽ ഒരു ബിൽഡിംഗ് താഴെ കണ്ടോ? രണ്ട് താഴെ ഇതുണ്ടോ? ഇവിടെ നിന്നാണ് നമ്മുടെ 5.5 കിലോമീറ്റർ ടണലും പെൻസ്റ്റോക്ക് വഴി മൂഴിയാറ് വെള്ളം എത്തുന്നത്. ഇവിടെ വലത്ത് സൈഡ് താഴെ രണ്ട് ബിൽഡിംഗ് കണ്ടോ? ഇവിടെ നിന്നാണ് ടണൽ വഴി വെള്ളം പെൻസ്റ്റോക്ക് പോയി പെൻസ്റ്റോക്ക് വഴി വെള്ളം മൂഴിയാറ് എത്തുന്നത്. ആ അതെ വലത്ത് സൈഡ് താഴെ ഞാൻ ആ വലത്ത് സൈഡിലോട്ട് നോക്കിയോ? വലത്ത് സൈഡിലോട്ട് നോക്കി അത് ഇടത്ത് സൈഡിലോട്ട് നോക്കി എന്നാൽ വെള്ളം ഉള്ളത് കാണാം. വെള്ളമാണ് ഇവിടെ കപ്പാസിറ്റി പിടിച്ചത്. അവർക്ക് വേണ്ടി ഭയങ്കര രസമുണ്ടോ അവിടെ? ഇതിന്റെ വരുമാനം ഇവിടുത്തെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെയാണ് എടുക്കുന്നത്. കേരള ഗവൺമെന്റിന്റെയാണ് മീൻ വളർത്തുന്ന ഫ്ലോട്ടിംഗ് പോയിന്റുകൾ. ഇതിനകത്ത് ആ ഓരോ കുടില് പോലെ കാണുന്നുണ്ടോ? ഇതിനകത്തെല്ലാം ഓരോരുത്തർ താമസമുണ്ട്. അവരാണ് ഇതിനെ നോക്കി വളർത്തുന്നത്, നോക്കി നടത്തുന്നത്. വളർത്തുന്നതല്ല, നടത്തുന്നത്. അവർ തന്നെ ഇതിനെ വളർത്തുന്നത് ഉണ്ട്. അവർക്ക് മാറുന്നത് അവിടെ കൊടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് എക്കോ പോയിന്റിലാണ് കേട്ടോ. ഇവിടെ കൂവിയ ഭയങ്കര സൗണ്ടിൽ എക്കോ കേൾക്കാൻ പറ്റും. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തതായി എല്ലാവരും ഇവിടെ ഉണ്ട്. സിജോ പറഞ്ഞ എല്ലാരും കേട്ടായിരുന്നു. സിജോ എവിടെ? സിജോ അതായത് അപ്പുറത്തെ ഡാം പണിയാൻ വേണ്ടിയിട്ട് പാറകൾ മൊത്തം വേറെ എങ്ങും അല്ല കൊണ്ടുവന്ന് ഇവിടെ പാറകളാണ് ഈ എടുത്തേക്കുന്നത്. ഈ മല പൊട്ടി അപ്പോൾ ഇതുകൊണ്ടാണ് ഓർത്ത് നോക്കണം ഓരോന്നും ചെയ്തേക്കുന്നത്. വേറെ എവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഇപ്പൊ ആനത്തോട് ഡാമാണ്. ഓർഡിനറി സിനിമയിൽ ഡാം കാണിക്കുന്നുണ്ട്, വാഹനം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ 2018 പ്രളയമില്ലായിരുന്നോ? ആ പ്രളയ സമയത്ത് ഈ ഡാമിന്റെ ഷട്ടറുകളിലാണ് മരങ്ങളെ കയറി അടച്ചത്. പത്രത്തിൽ ടിവിയിലൊക്കെ ഉള്ളത്. കാരണം ഈ ഡാം അടഞ്ഞു പോയത് കൊണ്ടാണ് റാന്നിയുടെ ഏകദേശം ഭൂരിഭാഗം പ്രദേശങ്ങൾ വെള്ളത്തിലാകാനുള്ള കാരണം ഈ ഡാമിന്റെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. തുറന്നു വെച്ചത് മരം കയറി അടഞ്ഞപ്പോൾ അടയ്ക്കാൻ വേണ്ടി അടഞ്ഞ് വെള്ളം മുന്നോട്ട് പോകുന്ന നേരെ പമ്പാ നദിയിലേക്കാണ്. പമ്പാ നദി വഴി പോകുന്ന ഷട്ടറില്ല. പമ്പ ചെല്ലുന്ന റാന്നി വഴിയാണ്. ആ പോകുന്ന വഴിയെല്ലാം കക്കി ഡാമിന്റെ ജലനിരപ്പാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഡാമിന്റെ ഷട്ടറുകളാണ് താഴ്ത്തി വെച്ചിരുന്നത്. മരങ്ങൾ കയറി അടഞ്ഞത്. വെള്ളം മുന്നോട്ട് പോയത് പമ്പാ നദിയിലേക്കാണ്. അങ്ങനെയാണ് റാന്നി, ആലപ്പുഴ ആ സൈഡൊക്കെ ആദ്യം വെള്ളത്തിൽ മുങ്ങി. കക്കി ഡാമില്
വെള്ളം കൂടിയാൽ മാത്രമേ ഈ റിസർവോയർ വെള്ളം കൂടത്തുള്ളൂ. ഇത് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം. പിന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട്, തൽപര കക്ഷി അല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടേക്കുന്നു. സിക്കിമു ഗൈസ്, ഇതൊരു കാട്ടുപന്നിയാണ് കേട്ടോ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് പമ്പ ഡാമിലോട്ടാണ്. 8 മണിക്കൂറാണ് പമ്പ വെള്ളം ചെല്ലുക. ആറന്മുള വള്ളങ്ങളിലേക്കും ശബരിമല പമ്പയിലേക്കും കുളിക്കടവിലേക്കെല്ലാം വെള്ളം തുറന്നിട്ട് ബസ്സിനകത്ത് കയറി രുദ്രാക്ഷ ഉണ്ടാക്കുന്നത് ഈ മരത്തിന്റെ കായെന്നാണ് കേട്ടോ. ഇതിലെയാണ് നമ്മള് ചരിത്ര പ്രാധാന്യമുള്ള മരം കാണാൻ പോകുന്നത്. ഗുഹയുടെ പേടകം നിർമ്മിച്ചിട്ടുള്ള ആ ഗോപുര മരമാണ് കാണാൻ പോകുന്നത്. പറഞ്ഞ മരം, അതിന്റെ ഇലകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ടോ, ഇലകൾക്ക് നല്ല കറുപ്പാണ്. ദേശീയ 2 ഉള്ളു കേട്ടോ. ഈ അതിനിടയ്ക്ക് നിൽക്കുക കായ്ക്കുന്നുണ്ട്. ഓർഡിനറി സിനിമയിലുള്ള അമ്പലമാണ്. അമ്പലമാണ്. താഴെ എല്ലാം ഏലക്ക നിൽക്കുന്ന കാണാമോ? ഞാൻ ആദ്യമായിട്ടാണ് ഏലക്ക കൃഷി കാണുന്നത്. ഇതെല്ലാം ഫുൾ ഏലക്ക കൃഷിയാണ് ഗൈസ്. ഏലക്ക എങ്ങനെ പിടിക്കൂടെ? ഓ, ഇതാണ് ദേവദാരു. അതിന്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് കല്ലുവാഴ എന്ന് പറയും കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് ഏത് ഡാമിലാ? ഗവി ഡാം. ആ ഓക്കെ, ഗവി ഡാമിലാണ് ഗൈസ്. ഗവി ഡാമിൽ കൂടെ നമ്മുടെ ബസ് ഇതേ പോകുന്നു. പക്ഷെ നമ്മൾ നടന്നാണ് അങ്ങറ്റം വരെ പോവാന്ന് വിചാരിക്കുന്നതല്ല. എല്ലാവരും നമ്മളിവിടെ ഇറക്കി നമുക്കൊരു വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണോ? ആരാ അതിനെ പറ്റി പറഞ്ഞത്? ഓക്കെ, കുറച്ച് പേര് ബസ്സിലുണ്ട്, നടക്കാൻ പറ്റാത്തവരാണ് ബസ്സിൽ. ഇതാണ് ഗൈസ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മഴക്കോളുണ്ട്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ഓക്കെ, പെയ്യാം, പെയ്യാതിരിക്കാം. വല്ലാത്തൊരു തിളക്കം പോലെ കാണുന്നില്ല, അത് മീനാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ.
എന്ത് നിങ്ങൾ നോക്കണേ? എന്താ നോക്കുന്നേ? കാല് നനയ്ക്കാനാണോ? അമ്മൂസിന് ഡാമിൽ കാല് നനയ്ക്കണം. അതാണ് ഈ അടുത്ത സൈഡിൽ കാണുന്നത്. ഇവിടെ അടുത്ത സൈഡിൽ ഒരു കത്തിക്കരിഞ്ഞ മല കണ്ടോ? അതുകൊണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ശബരിമല അതുകൊണ്ട് ആ രണ്ട് മലക്കിടയിൽ കാണാം. ആ കുന്ന് കണ്ടോ? ആ കുന്നിന്റെ മുകളിൽ നോക്കിയാൽ ആ രണ്ട് മലക്കിടയ്ക്കാണ് ശബരിമല വരുന്നത്. നടക്കുന്നതിനുൾപ്പെടെ എല്ലാം കാണാൻ കഴിയും. അതിന്റെ അവിടെ ട്രക്കിംഗ് ഉണ്ട്, ഫോറസ്റ്റിന്റെ പ്രത്യേകം. ഇവിടെ ഇതിന്റെ ഹൈറ്റിൽ നിന്നുള്ള വ്യൂ താമര വിരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് ഈ മല നിൽക്കുന്നത്. അതാണ് ചെന്താമരക്കൊക്കെ എന്ന് പറയുന്നത്. താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഈ മല നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചെന്താമരക്കൊക്ക എന്ന് പറയുന്നത്. നമ്മളിപ്പോ പെരിയാർ ടൈഗർ റിസർവിലാണ് കേട്ടോ ഉള്ളത്. ഇടുക്കി ജില്ലയില്. പത്തനംതിട്ട കഴിഞ്ഞു, രണ്ടാമത്തെ ജില്ല. അങ്ങനത്തെ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ മഴ പെയ്തു തുടങ്ങി. നമ്മളിപ്പോ നിക്കുന്ന പരുന്തുംപാറയിലാണ് കേട്ടോ. ഭയങ്കര കോടം മഞ്ഞ്. പരുന്തുംപാറയല്ല, ഇനി എവിടെ ആയാലും നമ്മൾ മലയാളികൾ ഇതേപോലെ നല്ല കുളവാക്കിട്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വലിച്ചെറിയും. പറഞ്ഞിട്ട് കാര്യമില്ല.